ഈ എപ്പോഴും നമ്മൾ ഇത്തരം ചില വിഷ്വൽസ് ആണ് നമ്മുടെയൊക്കെ മനസ്സിൽ ഈ ഓർഗൻ ഈ ഡൊണേഷനുമായി ബന്ധപ്പെട്ട് എപ്പോഴും വരാറുള്ളത്. അതിലൊന്നാണ് ആ നീലപ്പെട്ടി. എനിക്ക് തോന്നുന്നത് എല്ലാവരുടെയും മനസ്സിൽ ഓർഗൻ ഡൊണേഷനുമായി ബന്ധപ്പെട്ട നമ്മുടെ വലിയ ദൗത്യങ്ങളിലെല്ലാം ഉണ്ടാവുന്ന ആ ഒരു നീലപ്പെട്ടിയാണ്. ആ നീലപ്പെട്ടിയെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. എറണാകുളം ലിസി ആശുപത്രിയിലാണ് നമ്മൾ കണ്ടിട്ടുള്ളതിൽ അധികവും ഹൃദയമാറ്റ ശസ്ത്രക്രിയകൾ ഇങ്ങനെ നടന്നിട്ടുള്ളത്. ഇതിലെല്ലാം മാനേജർ PR എന്ന നിലയിൽ ഉത്തരവാദിത്വത്തോടെ ഓടി നടന്നിട്ടുള്ള ഒരാളാണ് ലിസി ആശുപത്രിയിലെ VR രാജേഷ്. ഹൃദയാരോഗ്യ വിഭാഗമാണ് രാജേഷ് അവിടെ കൈകാര്യം ചെയ്യുന്നത്. ഹൃദയം അടങ്ങിയ ആ നീലപ്പെട്ടി നമ്മൾ എപ്പോഴും കാണാറുണ്ടല്ലോ, ആ നീലപ്പെട്ടി ഏറ്റുവാങ്ങുന്ന ആൾ. നമ്മൾ കൊച്ചിയിലെ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നത് പ്രധാനമായും തന്നെ ലിസി ആശുപത്രി കേന്ദ്രീകരിച്ചാണ്. ലിസി ആശുപത്രിയിലേക്ക് ഹൃദയവുമായി എത്തുന്ന ആംബുലൻസോ അല്ലെങ്കിൽ ഹെലികോപ്റ്റർ ഇതെല്ലാം കാണുമ്പോൾ അതിലൊരു നീലപ്പെട്ടി, ഹൃദയമടങ്ങുന്ന നീലപ്പെട്ടി ചേർത്ത് വെച്ച് എപ്പോഴും നടന്നു പോകുന്ന ഒരാളെ കൂടി കാണും. മറ്റാരുമല്ല, ലിസി ആശുപത്രിയിലെ പബ്ലിക് റിലേഷൻ വിഭാഗം മാനേജർ VR രാജേഷാണത്. രാജേഷ്, ഇത് ഒരു നിയോഗമായിട്ട് കാണുന്നു. എത്രത്തോളം ശസ്ത്രക്രിയയിൽ ഇതുപോലെ തന്നെ പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട് ഈ രീതിയിലുള്ളൊരു? ലിസി ആശുപത്രിയിൽ ഇതുവരെ 30 ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയകളാണ് നടന്നിട്ടുള്ളത്. ജോസാക്കോ പെരിയപ്പുറം സാറിനൊപ്പം ഈ 30 എണ്ണത്തിലും പങ്കാളിയാകാൻ സാധിച്ചു എന്നത് ഒരു വളരെ വലിയ കാര്യമായിട്ട് തന്നെ കാണുകയാണ്. എങ്ങനെ ഇതിലേക്കുള്ളൊരു കോൾ തുടങ്ങുന്നത്? എങ്ങനെ? ഇതൊരു വലിയ സങ്കീർണതകൾ നിറഞ്ഞൊരു പ്രോസസ്സാണ്. 30ഓളം എന്നെല്ലാം തന്നെ പറയുമ്പോൾ എങ്ങനെ ഇതിൻ്റെ ഒരു തുടക്കം എങ്ങനെയായിരിക്കും? നമ്മൾക്ക് ഒരു ഹൃദയം സ്വീകരിക്കാൻ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം അത് ഗവൺമെൻറ് സംവിധാനമായ KS ഓട്ടോയിൽ രജിസ്റ്റർ ചെയ്യണം. അതിന് അനുയോജ്യമായൊരു ഹൃദയം നമ്മൾക്ക് വന്നു കഴിഞ്ഞാൽ KS ഓട്ടോയിൽ നിന്നും നമുക്ക് ഫോൺ കോൾ എത്തുകയായി. ഫോൺ കോൾ എത്തിയ ഉടൻ തന്നെ ഞാൻ ഡോക്ടർ ജോസാക്കോ സാറിനെ വിവരം അറിയിക്കുകയും തുടർന്ന് പ്രാഥമിക പരിശോധനകൾ നടത്തി അത് ഹൃദയം നമുക്ക് നമ്മുടെ ഇവിടെ ഉള്ള സ്വീകർത്താവിന് അനുയോജ്യമാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അത് എടുക്കുന്നതിനുള്ള അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എനിക്കറിയാവുന്ന പോലെ ഹൃദയം ദാതാവിൽ നിന്ന് എടുത്ത് സ്വീകർത്താവിൽ സ്പന്ദിച്ച് തുടങ്ങുമ്പോൾ ഒരു 4 മണിക്കൂറിനുള്ളിൽ സമയത്തിനുള്ളിൽ ചെയ്യുവാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുമെന്നാണ് മെഡിക്കൽ സയൻസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾക്ക് ഇതിൻ്റെ ദൂരം ഒരു വലിയൊരു വെല്ലുവിളിയായിട്ട് വന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 4 മണിക്കൂർ കവർ ചെയ്ത് അതിനുള്ളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നടന്നിരിക്കണം. ഇവിടെ സ്വീകർത്താവിൽ അത് സ്പന്ദിച്ചു തുടങ്ങണം, എങ്കിലായിരിക്കും ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നത്. എന്താണ് ഇതിൽ ഇപ്പോൾ എയർ ആംബുലൻസ് ഉപയോഗിച്ചിട്ടുണ്ട്, ഹെലികോപ്റ്ററുകളെല്ലാം വരുന്നത് എങ്ങനെ? ആദ്യത്തെ ഒരു അസൈൻമെന്റ് എങ്ങനെയായിരുന്നു ഈ രീതിയിലുള്ളത്? 2015 നമ്മൾക്ക് തിരുവനന്തപുരം കിംസിൽ നിന്നും ഇങ്ങനെ ഒരു ഡോണർ ഉണ്ട് എന്നൊരു വിവരം കിട്ടുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ എങ്ങനെ ഇവിടെ ഹൃദയം എത്തിക്കുവാൻ സാധിക്കും എന്നുള്ളതായിരുന്നു. അന്ന് MLA എന്ന ശ്രീ ഹൈബീഡം വഴി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറുമായിട്ട് സംസാരിക്കുകയും അത് നേവിയുടെ ഡോണിയർ വിമാനം നമ്മൾക്ക് എയർലിഫ്റ്റിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് വിട്ടു നൽകുകയും ചെയ്തു. തുടർന്ന് നമ്മൾ 6 തവണ കൂടി ട്രിവാൻഡ്രത്ത് നിന്ന് എയർലിഫ്റ്റ് ചെയ്ത് ഹൃദയം ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഈ 6 എണ്ണത്തിലും നമ്മുടെ ബഹുമാന്യനായ മന്ത്രി ശ്രീ P രാജീവ് സാർ, അദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറുമായിട്ടെല്ലാം സംസാരിച്ചു. 6 തവണയും നമ്മൾക്ക് എയർലിഫ്റ്റ് ചെയ്യാൻ 5 തവണ ഹെലികോപ്റ്ററും 1 തവണ ഇതുപോലെ തന്നെ ഡോണിയർ വിമാനവും നമ്മൾക്ക് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. ഈ 7 തവണയും നമുക്ക് പൂർണ്ണമായും സൗജന്യമായിട്ടാണ് സർക്കാർ ഇതെല്ലാം ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇപ്പോഴൊരു സിസ്റ്റമായോ എങ്ങനെയാണ്? തീർച്ചയായിട്ടും തുടക്കത്തിൽ ഉള്ള അവസ്ഥ അന്ന് ഒത്തിരി ഫോൺ കോൾസ് നമുക്ക് ചെയ്യേണ്ടി വരുമായിരുന്നു. ഇപ്പോൾ തുടർച്ചയായി ഇങ്ങനെ വന്നിരിപ്പോൾ സർക്കാരും അതിനനുസരിച്ച് ഉണർന്ന് പ്രവർത്തിച്ചു. ഇപ്പോൾ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് ഒരൊറ്റ ഫോൺ കോളിൽ തന്നെ കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്തായിട്ട് പോകുന്നു. ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നു, വാട്സപ്പ് ഗ്രൂപ്പ് ഫോം ചെയ്യുന്നു. അതിൽ ADGP തുടങ്ങി നമ്മുടെ ആംബുലൻസ് ഡ്രൈവർമാർ വരെയുള്ള വിവിധ തലങ്ങളിലുള്ള ആളുകളുണ്ട്. ഇതിൽ ഈ എയർലിഫ്റ്റ് അല്ലാതെ വളരെ പെട്ടെന്ന് എത്തിക്കേണ്ട സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ വലിയ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്? തീർച്ചയായിട്ടും പല വെല്ലുവിളികളും നേരിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് ഞാൻ ഓർക്കുന്നത് കോട്ടയത്ത് നിന്നും ഒരു ഹൃദയം ഇവിടെ എത്തിക്കേണ്ട ഒരു സാഹചര്യം വന്നു. അത് ബൈ റോഡ് വഴി തന്നെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുണ്ടായിരുന്നു. അന്ന് അത് ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ അത് വൈകിട്ട് 4 മണിയോടനുബന്ധിച്ച സ്കൂൾ ടൈമാണ്. കുട്ടികളെല്ലാം റോഡിലൂടെ ഓടി നടക്കുന്നൊരു സമയമായിരുന്നു. അന്ന് ഒരുപാട് സഹായം നമ്മുടെ പോലീസ് സേനയിൽ നിന്നുണ്ടായി. അവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെ 2 പൈലറ്റോടുകൂടി, മാത്രമല്ല റോഡിൻ്റെ വിവിധ ഭാഗങ്ങളിലെല്ലാം പോലീസിനെ വിന്യസിച്ചിട്ട് വലിയ സപ്പോർട്ടോടുകൂടി ഏകദേശം ഒരു 50 മിനിറ്റ് സമയം കൊണ്ട് കോട്ടയത്ത് നിന്ന് ഹൃദയം ഇവിടെ എത്തിക്കാൻ സാധിച്ചു. ഇതിൽ ഈ ഏകോപനം എന്നത് വളരെ നിർണായകമാണ് അല്ലേ? തുടക്കം മുതൽ അതിൻ്റെ ഒരു ഒടുക്കം വരെ ഈ സാന്നിധ്യം ഉണ്ടാവണം. ഫസ്റ്റ് ഫോൺ കോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ സത്യത്തിൽ നമുക്ക് ഉറക്കമില്ല.
നിരവധിയായിട്ടുള്ള ഫോൺ കോളുകൾ ഹോസ്പിറ്റൽസ്, പോലീസ് ഓഫീസേഴ്സ്, അങ്ങനെ ഡോണർ ഹോസ്പിറ്റല്, ഇങ്ങനെ പല പല ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നുകൊണ്ടുവരും. ഇതെല്ലാം നമ്മൾ ഏകോപനം നടത്തുവാൻ നമ്മൾക്ക് സാധിക്കണം. എങ്കിലാണത് ഒരു വിജയകരമായിട്ട് തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കും. ഈ ബോക്സ് ഏറ്റുവാങ്ങുക പക്ഷെ അതൊരു വേദന നിറഞ്ഞതുമാണ്. ഇവിടെ എത്തിക്കുമ്പോൾ അത് കാത്തിരിക്കുന്നൊരു കുടുംബവും ആൾക്കാരും എല്ലാം തന്നെ ഉണ്ടാകുമെങ്കിൽ അതൊരു വൈകാരികമാണല്ലേ? തീർച്ചയായിട്ടും അതൊരു വൈകാരികമായ ഒരു മുഹൂർത്തം തന്നെയാണ്. പക്ഷേ നമ്മൾ ഈ ജോസാക്കോ സാറിൽ നിന്നെല്ലാം പഠിച്ചിരിക്കുന്നൊരു കാര്യം, ആ സമയത്തൊന്നും നമ്മൾ വികാരത്തിന് അടിമപ്പെട്ടു പോകരുതെന്നുള്ളതാണ്. കാരണം വളരെ വലിയൊരു ഉത്തരവാദിത്തമാണ് നമ്മളുടെ കയ്യിലുള്ളത്. അത് സുരക്ഷിതമായി ഇവിടെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. നമ്മൾ അതിനു മുൻപും അതിന് ശേഷവുമല്ല ഇതിനെക്കുറിച്ച് നമ്മൾ ഒത്തിരി ആലോചിക്കും. പക്ഷെ ആ സമയത്ത് കഴിയുന്നതും മനസ്സ് നിർവികാരമാക്കി വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ചുമതല. ഇല്ലെങ്കിൽ നമ്മളും ഇമോഷന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ അത് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോകും എന്നുള്ളത് കൊണ്ട് ആ സമയത്ത് കഴിയുന്ന നമ്മൾ ആ ഹൃദയം അർഹിക്കുന്നൊരു റെസ്പെക്റ്റ് കൊടുത്ത് അതിനെ സുരക്ഷിതമായി ഇവിടെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഉത്തരവാദിത്വം. ഈ രണ്ട് കുടുംബങ്ങളെയും കാണാറുണ്ടോ? അവരായിട്ട് സംസാരിക്കേണ്ട സമയങ്ങളുണ്ട്? പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. ഇവിടെയുള്ള റെസിപ്പിയൻസ് സ്വാഭാവികമായിട്ടും നമ്മളായിട്ട് എല്ലാം വളരെ അടുപ്പമുള്ള ആളുകളാണ്, എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഇവരെല്ലാം ഏറ്റവും എന്താ പറയുക, ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്നു, ഓരോ തൊഴിലേർപ്പെടുന്നു. ഇതെല്ലാം നമുക്ക് വളരെ ഒരു ചാരിതാർത്ഥ്യം നൽകുന്ന ഒരു കാര്യമാണ്. അത് കാണുമ്പോഴാണ് നമുക്ക് ഏറ്റവും സന്തോഷം വരുന്നത്. പിന്നെ ഇതിനകത്ത് ഏറ്റവും എടുത്ത് പറയേണ്ടത് ഡോണർ ഫാമിലിയെക്കുറിച്ച്. കടുത്ത വേദനകൾക്കിടയിലും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുകയും തൻ്റെ കുടപ്പിറപ്പിൻ്റെ ഒരു അവയവം ദാനം ചെയ്യാനായിട്ട് അവർ കാണിക്കുന്ന ആ വലിയ ഒരു നന്മ, അത് തീർച്ചയായും ആ നന്മയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കണം തോന്നുന്നു, അല്ലേ ഡോക്ടർ നോബൽ? ഒരു കാര്യം കൂടി രാജേഷ് പറഞ്ഞതിനായിട്ട് കുട്ടിയെ, ആ നീലപ്പെട്ടി കാണുമ്പോൾ ഏറ്റവും ഇങ്ങനെ ഉണ്ടാകുന്ന ദാതാക്കളുടെ കുടുംബാംഗങ്ങൾക്കാണ്. കാരണം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ആ കിംസിൽ നിന്ന് ആ ബ്ലൂ ബാഗുമായിട്ട് ആൾക്കാർ പോകുമ്പോൾ ഒരു ഭയങ്കര വിങ്ങലോടുകൂടിയാണ് ഐസക്കിൻ്റെ ബന്ധുക്കൾ അതിനെ കണ്ടിരിക്കുന്നത്. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുക, ഡോക്ടർ ഇത് ഒരു ജീവിക്കുമല്ലോ, അതായത് ഞങ്ങൾക്ക് ആഗ്രഹം ഇവരെല്ലാവരും ജീവിക്കണം, ഇത് മറ്റുള്ളവരിൽ ഹൃദയമിടിപ്പ് ഉണ്ടാകണം, വൃക്ക വർക്ക് കരൾ വർക്ക് ചെയ്യണം, ഭയങ്കര ആശങ്ക അവർക്ക്. പിന്നെ അതിൻ്റെ അമ്മ പറഞ്ഞ റിക്വസ്റ്റ്, അവൻ ഫോട്ടോഗ്രാഫറാണ്, അവൻ്റെ കണ്ണുകളിലൂടെ ഇനി വേറെ ആൾ കാണണം പ്രകൃതി. അതൊക്കെ നമ്മൾക്ക് ഒരിക്കലും അത് എങ്ങനെ അമ്മേനെ നമുക്ക് ആശ്വസിപ്പിക്കണമെന്നല്ല. എത്ര പോസിറ്റീവായിട്ടാണ് അമ്മ പറയുന്നത്, ഡോക്ടർ ആ രണ്ട് കണ്ണുകളും മറ്റുള്ളവർക്ക് പ്രകൃതിയെ കാണാൻ പറ്റുമല്ലോ, അവൻ്റെ ഛായാചിത്രങ്ങളിലൂടെയും അവൻ്റെ ഫോട്ടോഗ്രാഫിലൂടെയാണ് ഞങ്ങൾ പ്രകൃതിയുടെ മനോഹാരിത അറിഞ്ഞത്, ഇതുപോലെ തന്നെ നിലനിൽക്കണമെന്നുള്ള ആഗ്രഹം. അപ്പോൾ ഈ ആഗ്രഹത്തിനെയാണ് നമ്മൾ എത്ര മഹത്വവൽക്കരിച്ചാലും നമുക്കൊരിക്കലും സന്ദേശം. ശരിയാണ്. ഇനിയും എനിക്ക് ചോദ്യങ്ങളുണ്ട്, പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതാണ് പെർഫെക്റ്റ് സ്ഥലം നിർത്തേണ്ടത്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തേണ്ടത്. ഡോക്ടർ, ഒരുപാട് ഏറ്റവും ഒരു ജീവൻ രക്ഷിക്കാൻ കഴിയുക, അല്ലെങ്കിൽ ഒരു പുതുജീവൻ നൽകാൻ കഴിയുക എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വിശ്വാസപ്രകാരം ഒരുപക്ഷെ ദൈവത്തിന് മാത്രം കഴിയുന്ന ഒന്നാണെന്നാണ് നമ്മളൊക്കെ പറയാറുള്ളത് വിശ്വാസികളെ സംബന്ധിച്ച്. അതല്ലെങ്കിൽ അത് ഒരു വലിയ ബയോളജിക്കലായി നടക്കുന്ന ഒരു വലിയ വിസ്മയമാണ്. പക്ഷേ അങ്ങനെ അല്ലാതെയും അത് ചെയ്യാൻ കഴിയും. അത് ശാസ്ത്രത്തിൻ്റെ വലിയൊരു വളർച്ചയാണ്, ശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടമാണ്. അത് ചെയ്യാൻ കഴിയുമെങ്കിൽ നമ്മൾ ഒരിക്കലും അതിൽ നിന്ന് മാറി നിൽക്കരുത്. നമ്മൾ മലയാളികൾ ഏറ്റവും പ്രബുദ്ധരാണ്, അത് വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും. അപ്പോൾ കൂടുതൽ പേർ അവയവദാനത്തിലേക്ക് മുന്നോട്ട് വരികയും കൂടുതൽ പേർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള അവസരം ഒരുക്കുകയും ചെയ്യട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നമുക്കിവിടെ നിർത്താം. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്, അല്ലെങ്കിൽ വിവാദങ്ങളുണ്ട്. അതൊക്കെയും ഇതിൻ്റെ മറുവശങ്ങളാണ്. അതും നമ്മൾ വരും മണിക്കൂറുകളിൽ നമുക്ക് വാർത്തകളായി തന്നെ നമുക്ക് ചർച്ച ചെയ്യാം. വളരെ നന്ദി ഡോക്ടർ നോബൽ ഗ്രേഷ്യസ്. ഈ ഒരു മുന്നോട്ട് പോക്കിൽ കൂടുതൽ സക്സസ്ഫുൾ ആയിരിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ച് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഹൃദയപൂർവ്വം ന്യൂസ് 18 നന്ദി. വേൾഡ് ഹാർട്ട് ഡേ തന്നെ ഈ ഒരു ടോപ്പിക് എടുത്തതിന് എത്ര നന്ദി പറഞ്ഞ് എനിക്കറിയത്തില്ല. ന്യൂസ് 18 ഇനിയും ഇതുപോലെ വാർത്തകൾ കണ്ടുവരട്ടെ, ആൾക്കാർക്ക് വിശ്വാസം ഉണ്ടാകട്ടെ അവയവദാന പ്രക്രിയയിൽ. താങ്ക് യു ഡോക്ടർ.